കൺകോണുകളിൽ ലാസ്യഭാവ ശൃംഗാര രസങ്ങൾ, അങ്കനമാരെ വെല്ലുന്ന അങ്കലാവണ്യം. കൊറ്റംകുളങ്ങര ദേവീക്ഷേത്ര പരിസരത്തെ ചമയപുരയിലേക്ക് കയറിയ പുരുഷ കേസരിമാരുടെ മാറ്റം കണ്ട് സ്ത്രീജനങ്ങളിൽ അസൂയയുടെ തിരയിളക്കം. കാണുന്നവരിലെല്ലാം കൗതുകം വിരിയിച്ച് ആയിരക്കണക്കിന് പുരുഷന്മാരാണ് സ്ത്രീവേഷമണിഞ്ഞ് വിളക്കെടുക്കുന്നത്. ഇത് ചവറ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്ക്. മീനം 10-നും 11-നും പുരുഷന്മാർ അങ്കനവേഷത്തിൽ ചമയവിളക്കേന്തുന്ന ആചാരപ്പെരുമ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിന് മാത്രം സ്വന്തം. 2 നാൾ ഒരേ ചടങ്ങുകൾ ആവർത്തിക്കുന്നതും ഇവിടുത്തെ മാത്രം സവിശേഷതയാണ്. ഇത് ചരിത്രപ്രസിദ്ധവും ചിരപുരാതനവുമായ ചവറ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഐതിഹ്യ പെരുമയിലുള്ള പുരുഷാങ്കനമാരുടെ ചമയവിളക്ക്. കൊല്ലം നഗരത്തിൽ നിന്ന് 14 കിലോമീറ്റർ വടക്കുമാറി ചവറ കൊറ്റംകുളങ്ങരയിലാണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അഭീഷ്ടകാര്യ സിദ്ധിക്കും മുജ്ജന്മ ദോഷ പരിഹാരത്തിനും സർവോപരി സർവ്വദുരിത നിവാരണത്തിനുമായിട്ടാണ് പുരുഷന്മാർ സ്ത്രീവേഷമണിഞ്ഞ് ചമയവിളക്കെടുക്കുന്നത്. ചുറ്റുമതിലിനുള്ളിൽ വായുമണ്ഡലം മേൽക്കൂരയാക്കിയ ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. ഈ പുണ്യപുരാതന ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് സ്വയംഭൂവായ വനദുർഗയാണ്. നാളികേരം തിരുകി പിഴിഞ്ഞു കിട്ടുന്ന കൊറ്റൻ നിവേദ്യമായിട്ടുള്ള ക്ഷേത്രമായതുകൊണ്ടാണ് ഇവിടെ കൊറ്റംകുളങ്ങരയായി അറിയപ്പെടുന്നത്. പണ്ട് ഈ പ്രദേശം കാടും പടലും കുറ്റിച്ചെടികളും വൃക്ഷങ്ങളും തിങ്ങി നിറഞ്ഞതായിരുന്നു. വടക്കു പടിഞ്ഞാറേ മൂലയ്ക്ക് ഭൂതക്കുളം എന്നറിയപ്പെടുന്ന ചെറിയ കുളമുണ്ടായിരുന്നു. പുല്ലും വെള്ളവും ധാരാളമായി ഉണ്ടായിരുന്ന ഈ പ്രദേശത്ത് സമീപവാസികളായ കുട്ടികൾ കന്നുകാലികളെ മേയ്ക്കുവാനെത്തുന്നത് പതിവായിരുന്നു. ഒരു ദിവസം അവർക്ക് അടർന്നു വീണു കിട്ടിയ നാളികേരം ഭൂതക്കുളത്തിന് തെക്കുകിഴക്കായി ഉയർന്നു നിന്ന കല്ലിൽ ഇടിച്ച് തൊണ്ടു നീക്കം ചെയ്യാൻ ശ്രമിക്കവേ ശിലയിൽ നിന്നും ചോര പൊടിഞ്ഞു വരുന്നതായി അവർ കണ്ടു. വിവരമറിഞ്ഞ നാട്ടുകാർ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ശിലയിൽ സ്വാത്വിക ഭാവത്തിലുള്ള വനദുർഗ കുടികൊള്ളുന്നു എന്നും നാടിന്റെ ഐശ്വര്യത്തിനു വേണ്ടി ക്ഷേത്രം നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തണമെന്നും കാണുവാൻ കഴിഞ്ഞു. ശിലയ്ക്ക് ചുറ്റും താൽക്കാലിക ക്ഷേത്രം നിർമ്മിച്ച് കൊറ്റൻ ദേവിക്ക് നിവേദ്യമായി നൽകി. കുട്ടികൾ ബാലികമാരായി വിളക്ക് കൊളുത്തി അവിടെയൊക്കെ കളിച്ചു നടന്നു. സംതൃപ്തയായ ദേവി സ്വയംഭൂവായി അവതരിച്ചു എന്നാണ് ഐതിഹ്യം. ഈ ദിവ്യശിലയ്ക്ക് ചുറ്റും കുരുത്തോല പന്തൽ കെട്ടി വിളക്ക് വെച്ചായിരുന്നു അത്രേ ആദ്യത്തെ ചമയവിളക്ക്. തികഞ്ഞ വ്രതശുദ്ധിയോടെയാണ് മറ്റെങ്ങുമില്ലാത്ത അപൂർവമായ ഈ ആചാരത്തിൽ വിളക്കെടുപ്പ് നടത്തുന്നത്. പരീക്ഷയിൽ ജയിക്കാൻ, ഉദ്യോഗം കിട്ടാൻ, ജീവിത ദുരിതങ്ങൾ അകന്നുപോകാൻ, ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ നേടാൻ, ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയ സകലവിധ ക്ലേശങ്ങളിൽ നിന്നും കരകയറുവാൻ ദേവീ പ്രീതിക്കായി ചമയവിളക്ക് നേർച്ച നടത്തുകയാണ് ഇവിടെ ഭക്തജനങ്ങൾ. പുരുഷന്മാരിൽ ഒളിഞ്ഞു കിടക്കുന്ന സ്ത്രീരൂപത്തെ ചമയക്കൂട്ടുകളാൽ ഒരുക്കിയെടുക്കുമ്പോൾ അത് കണ്ണിനിമ്പമുള്ള ഒരു കാഴ്ചയാണ്. ക്ഷേത്രാചാരങ്ങൾക്ക് യോജിച്ച രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വേണം ചമയവിളക്കെടുക്കാൻ. കണ്ണെഴുതി പൊട്ടുതൊട്ട് തലയിൽ തിരുപ്പൻ മുടിയും കെട്ടി സാരിയും ബ്ലൗസും ധരിച്ച് വേണ്ട ചമയങ്ങളെല്ലാം നടത്തി കൊച്ചു കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ ചമയവിളക്ക് എടുക്കുന്നു. അതുപോലെ തന്നെ പാവാടയും ബ്ലൗസും സൽവാറും കമ്മീസും ചുരിദാറും സെറ്റും മുണ്ടും നേരിയതും ഉടുത്തുവരുന്ന പുരുഷാങ്കനമാരുമുണ്ട് ഇവിടെ. കഥകളിക്കും തിരുവാതിരയ്ക്കും എന്ന പോലെ നാട്യവേഷങ്ങൾ അണിഞ്ഞു വരുന്നവരുമുണ്ട് ഇവിടെ. വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ചമയക്കൂട്ടുകൾ മുതൽ നൂതനമായ ഓയിൽ മേക്കപ്പ് വരെ ഉപയോഗിച്ചാണ് പുരുഷന്മാർ വേഷപ്പകർച്ച കൈവരിക്കുന്നത്. മീനം 10-നും 11-നും കൊറ്റംകുളങ്ങര പ്രദേശം ചമയപ്പുരകളായി മാറും. ആണിലെ പെണ്ണഴക് വിരിയിച്ചെടുക്കുന്ന മേക്കപ്പ് മാൻമാരുടെ നീണ്ട നിര തന്നെയാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകുന്നത്. ഇതിനെല്ലാം പുറമെ വീടുകളിൽ നിന്നും അണിഞ്ഞൊരുങ്ങിയെത്തുന്ന പുരുഷാങ്കനമാർ ധാരാളമുണ്ട്. അച്ഛനെ അണിയിച്ചൊരുക്കുന്ന മക്കളും ഭർത്താവിനെ അണിയിച്ചൊരുക്കുന്ന ഭാര്യയും സഹോദരനെ അണിയിച്ചൊരുക്കുന്ന സഹോദരിയും
ഇവിടെ മാത്രം കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. പുരുഷാംഗനമാരോട് കൊഞ്ചിക്കുഴയുന്നവരും സെൽഫി എടുക്കുന്നവരും ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തുന്നവരുമായി തലമുറ വ്യത്യാസമില്ലാതെ ആയിരങ്ങൾ ഇവിടെ എത്തും. സന്ധ്യ മുതൽ പുരുഷന്മാർ അണിഞ്ഞൊരുങ്ങി ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരും. കെട്ടുകാഴ്ചകൾ അവസാനിച്ചു കഴിഞ്ഞാൽ വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങും. 4 അടിയോളം ഉയരമുള്ള വിളക്കിനു മുകളിൽ തോണിയുടെ ആകൃതി. അതിൽ 5 or 7 തിരിയിടാം. ചമയവിളക്കുകൾ കത്തിച്ച് നിലത്തുറപ്പിച്ചു പിടിച്ചുകൊണ്ട് പുരുഷാംഗനമാർ അങ്ങനെ നിൽക്കും. ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് ദേവിയെ വണങ്ങിയ ശേഷം കിഴക്ക് കുഞ്ഞാലമ്മൂട്ടിലേക്ക് നീങ്ങുന്ന പുരുഷ സുന്ദരിമാർ ദേവീ കടാക്ഷത്തിനായി റോഡിന് ഇരുവശത്തായും നിരന്നു നിൽക്കും. പുലർച്ചെ 3 കുഞ്ഞാലമ്മൂട്ടിൽ എഴുന്നള്ളുന്ന ദേവി വിളക്കേന്തി നിൽക്കുന്ന ഭക്തർക്ക് അനുഗ്രഹം നൽകിയ ശേഷം തിരികെ ക്ഷേത്രത്തിനു പുറത്തു നിർമ്മിച്ച കുരുത്തോല പന്തലിൽ വന്നിരുന്ന് വിശ്രമിക്കുന്നതോടെ ചമയവിളക്കുത്സവത്തിന് പരിസമാപ്തി കുറിക്കും.